ഹലോ എവരിവൺ, ഡിജിറ്റൽ മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി നോക്കുന്നവരാണോ? നിങ്ങൾ സെയിൽസോ ടാർഗറ്റോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജോലി നോക്കുന്നവരാണോ? നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയർ ഗ്രോത്തും കൂടി ഉണ്ടാകുന്ന ജോലിയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ അയാൾക്ക് വേണ്ടിയുള്ള ജോലിയാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങളെ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ കമ്പനിയായ ആക്സെഞ്ചറിൽ നിന്നുമാണ്. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് വിപ്രോ, ഇൻഫോസിസ്, ആക്സെഞ്ചർ പോലുള്ള IT കമ്പനികളിൽ ജോലി കിട്ടുക എന്നുള്ളത്. ഇവിടെ കൂടുതലായും IT പ്രൊഫഷണൽസിലായിരിക്കും കൂടുതൽ ജോലി ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വെറുമൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാം. +2 ശേഷം നിങ്ങൾ ഏതൊരു ഡിഗ്രി എടുത്താലും നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാവുന്നതാണ്. ഇവിടെ IT ഡൊമെയിനും നോൺ IT ഡൊമെയിനും നിങ്ങൾക്ക് ജോലി ലഭിക്കും. നിങ്ങൾ BSc, BCom, BA ഏതെടുത്ത ആളായാലും നിങ്ങൾക്കിവിടെ നോൺ IT ഡൊമെയിനിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ BTech, BCA, MCA ഏതെടുത്ത ആളായാലും നിങ്ങൾക്ക് IT ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 രീതിയിൽ നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാം. കൂടാതെ തന്നെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാവുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് തികച്ചും സൗജന്യമായി ചെയ്യുന്ന പ്രോസസ്സാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് 24 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെ മെയിൽ വരും. നിങ്ങൾ അസസ്മെൻറ്റ് ടെസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും നിങ്ങളുടെ സാലറി പാക്കേജ് വരുന്നത് ഒരു വർഷം 4.5 ലക്ഷം രൂപ അടുപ്പിച്ചാണ്. ആദ്യത്തെ 3 മാസം നിങ്ങൾ സെലക്റ്റായി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുന്നത്. അത് വർക്ക് ഫ്രം ഹോം തന്നെയായിരിക്കും. നിങ്ങളുടെ ലൊക്കേഷൻ അടുപ്പിച്ചായിരിക്കും, വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ IT കമ്പനി പോലെ തന്നെ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഫ്രീ ആയി വൈഫൈയും ലാപ്ടോപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു ഹോം സെറ്റപ്പ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഹൈബ്രിഡ് മോഡിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് 5 ദിവസം ജോലി, 2 ദിവസം ലീവ്, അങ്ങനെയാണ്. ചിലപ്പോൾ കമ്പനിയിൽ 3 ദിവസം പോവുകയും ബാക്കിയുള്ള 3 ദിവസം വർക്ക് ഫ്രം ഹോം എടുക്കുകയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി പറയേണ്ടത് നിങ്ങളുടെ അസസ്മെൻറ്റ് ടെസ്റ്റിനെ പറ്റിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, എത്ര സമയമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ലഭിക്കുക, ഏത് രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. താഴെ ഞാൻ ഈ ജോലിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ പേജിലേക്ക് വരുമ്പോൾ എൻട്രി ലെവൽ കരിയേഴ്സ് ആൻഡ് അക്വഞ്ചർ ടെക്നോളജി എന്ന് മുകളിലിരിക്കും. അത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ റോൾ ഓഫ് ഗ്രാജുവേറ്റ് ഉണ്ട്, റോൾ ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്താൽ ഈ നമ്മൾ PG കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് വരുന്നത്. പിന്നെ റോൾ ഓഫ് ഗ്രാജുവേറ്റ് എടുത്താൽ ഗ്രാജുവേറ്റ് കഴിഞ്ഞവർക്കാണ്. ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ്, സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റ് 2 പോസ്റ്റാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BTechകാർക്കും കൊടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസസ് ഈ BA, BSc അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ കൂടുതലും ടെക്നിക്കൽ ഏരിയയാണ് വരുന്നത്. IT പ്രൊഫഷണൽസ് കൂടുതലും അവരാണ് കൂടുതൽ അപ്ലൈ ചെയ്യണത്. സാധാരണ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കത് തന്നെ നോക്കാം ഇപ്പോൾ. ഓക്കെ, അത് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേതാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ പേജിലേക്ക് വരുമ്പോൾ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റിൻ്റെ പേജിലേക്ക് വരുമ്പോൾ നമുക്ക് അപ്ലൈ നൗ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, മുംബൈ, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ്. അവിടെ സാലറി പാക്കേജ് നമുക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിച്ച് നോക്കുക.
കൂടാതെ തന്നെ ജോബ് എലിജിബിലിറ്റി കൃത്യമായി ഇതിൽ അവർ പറയുന്നുണ്ട്, ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് എങ്ങനെയാണെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ പ്രോസസ്സ്, ഇതിലാണ് നമ്മൾ അപ്ലൈ ഫോർ ദ ജോബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, മോക്ക് ടെസ്റ്റ് അസസ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ എത്ര പോയിൻ്റ് ഉണ്ട്, എത്ര മാർക്കുണ്ട്, നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് പറയുന്നത്.